Hi students, good morning. നമ്മളിന്ന് മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂൾ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് HRM എന്താണ്, HRP എന്താണെന്ന് കണ്ടു, അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ മെത്തേഡ് എന്താണെന്ന് കണ്ടു, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് കണ്ടു. ഇനി അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് എടുക്കുന്നത്, മൊഡ്യൂൾ 4. നമുക്ക് എന്താണെന്ന് നോക്കാം. മൊഡ്യൂൾ 4 പ്രധാനമായിട്ട് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ്. ഈ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ്ങിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, മീനിങ്, ഡെഫിനീഷൻ, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, യൂസസ്, പിന്നെ ഒബ്ജക്റ്റീവ്സ്, ഇത്രയാണ് മിസ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് മിസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ്. പെർഫോമൻസ് അപ്രൈസൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഓർഗനൈസേഷനിൽ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിനെ ഓർഗനൈസേഷനിൽ സെലക്ട് ചെയ്ത എംപ്ലോയീസിനെ പ്ലേസ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുത്തു, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുത്തു. ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനും കൊടുത്തു, പുതിയ ആൾക്കാർക്ക് ഓർഗനൈസേഷനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കാണാൻ പോണത് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ. നമ്മൾ പറഞ്ഞു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അവരുടെ ഇവാലുവേറ്റ് ചെയ്യണം, പ്രൊമോഷന് വേണ്ടിയിട്ടായാലും സാലറി ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ടായാലും ആ എംപ്ലോയിക്ക് എന്ത് കൺസിഡറേഷൻ കൊടുക്കണമെങ്കിലും ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് പെർഫോമൻസ് ആയിരിക്കും. അയാൾ എങ്ങനെ ആ വർക്ക് ചെയ്യണോ, അയാളുടെ വർക്കിലുള്ള ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അയാൾക്ക് സാലറി ഇൻക്രിമെൻറ്റുകളും കൺസിഡറേഷനും കൊടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ, അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാൻ പോണേ. അപ്പോൾ നമുക്കിതിൻ്റെ ചാപ്റ്ററിൻ്റെ എസൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിലബസ് ഒന്ന് പരിചയപ്പെടാം. മൊഡ്യൂൾ 4 പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ്. സിലബസ് ഇതിൽ കവർ ചെയ്യണത് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, പ്രോസസ്, മെത്തേഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ, പിന്നെ കോൺസെപ്റ്റ് ഓഫ് കരിയർ പ്ലാനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്, മെത്തേഡ്സ്, യൂസേഴ്സ് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ 2 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കവർ ചെയ്യണത്. ഒന്ന് പെർഫോമൻസ് അപ്രൈസലും മറ്റൊന്ന് കരിയർ പ്ലാനിങ്ങും. അങ്ങനെ ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, 2 ടോപ്പിക്കായിട്ടാണ് ഇതിൽ പഠിക്കുക. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്, മീനിങ്, നീഡ്, ഓർഗനൈസേഷനിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്ന ഒരു ടോപ്പിക്കും. മറ്റൊന്ന് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, കരിയർ പ്ലാനിങ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ യൂസ് എന്താണ്, കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കവർ ചെയ്യണേ. ടോട്ടൽ 12 hours പോർഷനാണ്. ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് 15 marks ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് മൊഡ്യൂൾ ഫോർ ദി യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. അപ്പോൾ എക്സാമിനേഷന് മാക്സിമം ഒരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കവർ ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്കിനി മൊഡ്യൂളിലേക്ക് കടക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ്, മീനിങ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ദ ഏർലി പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം വാസ് കോൾഡ് മെറിറ്റ് റേറ്റിംഗ്. അപ്പോൾ പെർഫോമൻസ് അപ്രൈസലിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് മെറിറ്റ് റേറ്റിംഗ്. രണ്ടും സെയിം തന്നെയാണ്. പെർഫോമൻസ് അപ്രൈസൽ ഏർലി സിസ്റ്റത്തിനെ വിളിച്ചിരുന്നതാണ് മെറിറ്റ് റേറ്റിംഗിന്. പെർഫോമൻസ് അപ്രൈസൽ ഇസ് എ സിസ്റ്റം ഓഫ് പ്രോസസ് ഓഫ് അസസിങ്, സമ്മറൈസിങ് ആൻഡ് ഡെവലപ്പിംഗ് ദ വർക്ക് പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി. ചുരുക്കി പറഞ്ഞാൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എംപ്ലോയിയുടെ വർക്ക് പെർഫോമൻസിനെ അസസ് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് പെർഫോമൻസ് അപ്രൈസൽ. A performance appraisal is a regular review of an employee's job performance and his overall contribution to a company. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജോലിയിലുള്ള പെർഫോമൻസ്, അതിൻ്റെ ഒരു റെഗുലർ റിവ്യൂ നടത്തുന്നതിനെയും അയാൾ ആ ഓർഗനൈസേഷനിലേക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കണേ അതിനെ പറ്റിയുള്ള റെഗുലർ റിവ്യൂവിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കണേ.
So performance appraisal is also known as annual review, job appraisal, performance review, employee appraisal, etc. അപ്പോൾ പെർഫോമൻസ് അപ്രൈസലിനെ വിളിക്കുന്ന പല പേരുകളുണ്ട്. മെറിറ്റ് റേറ്റിംഗ് നമ്മൾ കണ്ടു. ഇനി ആനുവൽ റിവ്യൂ, ജോബ് അപ്രൈസൽ, പെർഫോമൻസ് റിവ്യൂ, എംപ്ലോയി അപ്രൈസൽ, എക്സെട്ര. ആൻഡ് ഇറ്റ് ഇവാലുവേറ്റ്സ് ആൻ എംപ്ലോയി സ്കിൽസ്, അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഗ്രോത്ത് ഓർ ലാക്ക് ദെയറോഫ്. ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസലിൽ നമ്മൾ ചെക്ക് ചെയ്യണത് ഒരു എംപ്ലോയിയുടെ സ്കില്ല്, അച്ചീവ്മെൻറ്റ്, പിന്നെ ഗ്രോത്ത്. ഇതൊന്നും അല്ലെങ്കിൽ ഓർ ലാക്സ് ദെയറോഫ്, ഇതിലില്ലായ്മ, സ്കില്ലില്ലായ്മ, അച്ചീവ്മെൻ്റ് ഇല്ലായ്മ, അതാണ്. അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെർഫോമൻസ് അപ്രൈസൽ. നെക്സ്റ്റ് ഈസ് ദ ഡെഫിനീഷൻ. 3 ഡെഫിനീഷൻ ഉണ്ട്. അതിൽ 2 എണ്ണമാണ് ഇപ്പോൾ ഇവിടെ എഴുതിയേക്കണേ. ഫസ്റ്റ് ഡെഫിനീഷൻ ഈസ് ഗിവൺ ബൈ എഡ്വിൻ ബി ഫ്ലിപ്പോ. പെർഫോമൻസ് അപ്രൈസൽ ഈസ് ദ സിസ്റ്റമാറ്റിക്, പീരിയോഡിക് ആൻഡ് സോ ഫാർ ആസ് ഹ്യൂമൻലി പോസിബിൾ, നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ടും പീരിയോഡിക്കായിട്ടും ആൻഡ് ഇംപാർഷ്യൽ റേറ്റിംഗ് ഓഫ് ആൻ എംപ്ലോയീസ് എക്സലൻസ്, ഒരു എംപ്ലോയിയുടെ എക്സലൻസിനെ ഒട്ടും പാർഷ്യാലിറ്റി ഇല്ലാതെ റേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്തെന്ന് വിളിക്കണേ? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയണേ. എന്തിനു വേണ്ടിയിട്ട് നോക്കണേ? ഇൻ മാറ്റേഴ്സ് പെർട്ടൈനിങ് ടു ഹിസ് പ്രസൻറ്റ് ജോബ് ആൻഡ് ടു ഹിസ് പൊട്ടൻഷ്യാലിറ്റീസ് ഫോർ എ ജോബ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള അയാളുടെ കഴിവുകളും പൊട്ടൻഷ്യാലിറ്റീസ് ഫോർ ജോബ്, ഭാവിയിൽ അയാൾക്ക് ആ ജോലി ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളതും അതിനെ സംബന്ധിക്കുന്ന റേറ്റിംഗ് നടത്തുക, ഒട്ടും പാർഷ്യൽ അല്ലാത്ത റേറ്റിംഗ് നടത്തുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കണേ? പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കണേ, അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ. ദെൻ സെക്കൻഡ് ഡെഫിനേഷൻ ഈസ് ഗിവൺ ബൈ ഡെയ്ലി ഓർഡർ. ഡെയ്ലി ഓർഡർ തരുന്ന ഡെഫിനേഷൻ, അക്കോർഡിംഗ് മെറിറ്റ് റേറ്റിംഗ് റെഫേഴ്സ് ടു ഓൾ ഫോർമൽ പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ഇൻ വർക്കിംഗ് ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഓർഗനൈസേഷനിൽ നടത്തുന്ന എല്ലാ ഫോർമൽ പ്രൊസീജിയേഴ്സിനെയും നമുക്ക് പെർഫോമൻസ് അപ്രൈസലിന് വിളിക്കാം. എന്തിനു വേണ്ടി നടത്തണമെന്ന് നോക്കൂ. ടു ഇവാലുവേറ്റ് ദ പേഴ്സണാലിറ്റീസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ആ ഓർഗനൈസേഷനിലെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ടും അവർ ഓർഗനൈസേഷനിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് അറിയാൻ വേണ്ടിയിട്ടും അവരുടെ പേഴ്സണാലിറ്റീനെ ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ എടുക്കുന്ന എല്ലാ ഫോർമൽ പ്രൊസീജിയേഴ്സിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? മെറിറ്റ് റേറ്റിംഗ് അഥവാ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കാം, അക്കോർഡിംഗ് ടു ഡെയ്ലി ഓർഡർ. ഓക്കെ. ഇനി തേർഡ് ഡെഫിനേഷൻ ഗിവൺ ബൈ ഡെയ്ൽ എസ് ബീച്ച്. അക്കോർഡിംഗ് ടു ഹിം, പെർഫോമൻസ് അപ്രൈസൽ ഈസ് സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ വിത്ത് റെസ്പെക്ട് ടു ഹിസ് ഓർ ഹെർ പെർഫോമൻസ് ഓൺ ദ ജോബ് ആൻഡ് ഹിസ് ഓർ ഹെർ പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ്. അല്പം കൂടെ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷനാണ് ഡെയ്ൽ എസ് ബീച്ച് തരുന്നത്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയണേ? സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ സിസ്റ്റമാറ്റിക് ഇവാലുവേഷനാണ് വിത്ത് റെസ്പെക്ട് ടു, എന്തിനെ പറ്റിയുള്ള ഇവാലുവേഷനാണ്? വിത്ത് റെസ്പെക്ട് ടു ഹിസ് ഓർ ഹെർ പെർഫോമൻസ് ഓൺ ദ ജോബ്. ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ആ പെർഫോമൻസ് ചെയ്യുന്നതിലെ ഇതാണ് ഇവാലുവേറ്റ് ചെയ്യണത്. ആൻഡ് ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ മാത്രമല്ല പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ മാത്രമല്ല, അവർക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നറിയാനും കൂടി നടത്തുന്ന ഇവാലുവേഷനാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന്. അത് ആരുടെ ഭാഷയിലാണ്? അക്കോർഡിംഗ് ടു ഡെയ്ൽ എസ് ബീച്ച്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിലുള്ള പെർഫോമൻസും ആ ചെയ്യുന്ന വ്യക്തിക്ക് ഫ്യൂച്ചറിലേക്ക് ഡെവലപ്മെൻറ്റിനുള്ള പൊട്ടൻഷ്യലും എത്താൻ നടത്തുന്ന ഇവാലുവേഷനാണ് പെർഫോമൻസ് അപ്രൈസൽ. So next topic is features of performance appraisal or merit rating. Merit rating in the features എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. It is a systematic process of evaluation of an employee. ഒരു എംപ്ലോയിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ. നെക്സ്റ്റ്, ഇറ്റ് അനലൈസസ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇറ്റ് ഫൈൻഡ്സ് ഔട്ട് ഹൗ വെൽ ആൻ എംപ്ലോയി ഈസ് പെർഫോമിങ് ദ ജോബ്. ഒരു എംപ്ലോയി അയാളുടെ ജോബ് എത്ര നന്നായിട്ട് ചെയ്തു എന്ന് തിരിച്ചറിയാനായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്.
അപ്രൈസൽ ഈസ് ഡൺ പീരിയോഡിക്കലി. പിന്നെ എപ്പോഴാണ് അപ്രൈസൽ ചെയ്യുക? പീരിയോഡിക്കലി, അത് 2 മാസം കൂടുമ്പോഴോ മന്ത്ലിയോ അങ്ങനെ പീരിയോഡിക്കലിയാണ്, ആനുവലിയോ ചെയ്യണേനെയാണ് നമ്മൾ അപ്രൈസൽ എന്ന് പറയുന്നത്. പിന്നെ അപ്രൈസൽ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റെപ്പ് ആൻഡ് ആക്സെപ്റ്റഡ് ബൈ എവറി ഓർഗനൈസേഷൻ. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആ കണ്ടിന്യൂസ് പ്രോസസ്സ് അതിൽ എന്തുണ്ട്? ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. ആൻഡ് ആക്സെപ്റ്റഡ് ബൈ എവറി ഓർഗനൈസേഷൻ, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന, എല്ലാ ഓർഗനൈസേഷനും ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ഡെഫിനിറ്റ് പ്ലാൻ. ഒരു പ്രത്യേക പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ കണ്ടക്ട് ചെയ്യണത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി. വെറുതെ ഊഹാപോഹങ്ങളല്ല, സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്തിക്കൊണ്ടാണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ആൻ ഇംപാർഷ്യൽ റേറ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി എക്സലൻസ്. ഒരു എംപ്ലോയിയുടെ എക്സലൻസ് ഇംപാർഷ്യലി, അതായത് പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാതെ എടുക്കുന്ന ഒരു റേറ്റിംഗ് ആണ് പെർഫോമൻസ് അപ്രൈസൽ. ദെൻ പെർഫോമൻസ് അപ്രൈസൽ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ജോബ് ഇവാലുവേഷൻ. സെക്കൻഡ് മൊഡ്യൂളിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു എന്താ ജോബ് ഇവാലുവേഷൻ. അല്ല, അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ കണ്ടതാണ്. ആ ജോബ് ഇവാലുവേഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് പെർഫോമൻസ് അപ്രൈസൽ. Then performance appraisal may be formal or informal. The former evaluation is more likely to be subjective and influenced by personal factors. ഫോർമലും ആവാം ഇൻഫോർമലും ആവാം. ഫോർമൽ എന്ന് പറയുമ്പോൾ ഇത്രയും കൂടി സബ്ജക്റ്റീവ് ഇൻ നേച്ചറാണ്, അതായത് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ഫാക്ടേഴ്സിനെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇത്രയാണ് ഫീച്ചേഴ്സ്. ഇനി നമുക്ക് നീഡും ഒബ്ജക്റ്റീവ്സും കാണാം. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷനിൽ പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ നടത്തുന്നത്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ആവശ്യങ്ങൾ എന്താ, അതാണ് നമ്മൾ പറയണേ. 10 പോയിൻ്റായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത്. പെർഫോമൻസ് ഫീഡ്ബാക്ക്, എംപ്ലോയി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിസിഷൻ, ലേ ഓഫ് ഡിസിഷൻ, കോമ്പൻസേഷൻ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, കരിയർ ഡെവലപ്മെൻറ്റ്, ക്രിയേഷൻ ഓഫ് കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ്, എക്സെട്ര. The performance appraisal allows an employee to provide positive feedback as well as identifying areas for improvement. ഒരു എംപ്ലോയിയുടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട ഏരിയകൾ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. ദർ ആർ സർട്ടൻ ടെക്നിക്സ് or certain requirements expected from an employee for which performance appraisal are conducted. നമ്മളൊരു ജോലിക്ക് ഒരു എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഇന്ന റിക്വയർമെൻറ്റ് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. പെർഫോമൻസ് ഫീഡ്ബാക്ക്, ഫസ്റ്റ് വൺ. So most employees are very interested in knowing how well they are doing at present and how they can do better in a future. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ, നമ്മളെങ്ങനെയാണ് വർക്ക് ചെയ്യണേ അല്ലെങ്കിൽ ഭാവിയിൽ നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. സോ ദേ വാണ്ട് ദിസ് ഇൻഫർമേഷൻ ഇതിന് വേണ്ടിയിട്ടാണ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ഇൻ ഓർഡർ ടു ഗെറ്റ് പ്രൊമോഷൻ ആൻഡ് മെറിറ്റ് പേ. മെറിറ്റിനെ ബേസ് ചെയ്ത് പേ കിട്ടാനും പ്രൊമോഷന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. Proper performance feedback can improve the employee's future performance and it also give him satisfaction and motivation. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. നമ്മൾ എത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഭാവിയിൽ പ്രൊമോഷനും മെറിറ്റ് പേ ഒക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് പോയിന്റ് ഈസ് എംപ്ലോയി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിസിഷൻ. പെർഫോമൻസ് അപ്രൈസൽ ഇൻഫർമേഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് whether an employee requires additional training and development. Deficiencies in performance may be due to inadequate knowledge or skills. ഒരു എംപ്ലോയിക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ കിട്ടിക്കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. അപ്പോൾ ഇനി അവർക്ക് അഡീഷണൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും ഡെഫിഷ്യൻസി ആ എംപ്ലോയിക്ക് ഉണ്ടോ? ചിലപ്പോൾ ഡെഫിഷ്യൻസി വരുന്നത് ലാക്ക് ഓഫ് നോളജ് ആൻഡ് സ്കില്ലായിരിക്കും അല്ലേ. നമുക്ക് പുതിയൊരു എംപ്ലോയിയാണ്, അയാൾക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതിലുള്ള സ്കില്ല് കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്ക് ഡെഫിഷ്യൻസി വന്നു എന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു അഡീഷണൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, എ പ്രൊഫസർ മേ ഇംപ്രൂവ് ഹിസ് എഫിഷ്യൻസി ബൈ അറ്റൻഡിങ് വർക്ക്ഷോപ്പ് ഓർ സെമിനാർസ് എബൌട്ട് ഈ സബ്ജക്റ്റ്. ഒരു പുതിയ പ്രൊഫസർക്ക്
അത് ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ സെമിനാറുകൾ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടാവും. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ നോളജ് ആൻഡ് സ്കില്ല് അവിടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇഫ് ദ പെർഫോമൻസ് അപ്രൈസൽ റിസൾട്ട് ഷോ ദാറ്റ് മാനേജർ ഓർ എംപ്ലോയി ക്യാൻ പെർഫോം വെൽ ഇൻ എ ഹയർ പൊസിഷൻ, then he is given a training for the higher position. ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ കണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവാണ് ഒരു എംപ്ലോയിക്ക് ഹയർ പൊസിഷനിലേക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷന് വേണ്ടിയിട്ട് അയാളെ കൺസിഡർ ചെയ്യും. ഇനി തേർഡ് നീഡായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയണത് വാലിഡേഷൻ ഓഫ് സെലക്ഷൻ പ്രോസസ്സ്. സെലക്ഷൻ പ്രോസസ്സിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊന്ന് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് വേണം, ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ വേണം. പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ മീൻസ് ഓഫ് വാലിഡേറ്റിംഗ് ബോത്ത് ഇൻറ്റേർണൽ, അതായത് ഇൻറ്റേർണൽ എന്ന് പറയുന്നത് പ്രൊമോഷനും ട്രാൻസ്ഫറും, ആൻഡ് എക്സ്റ്റേണൽ ഹയറിംഗ് ന്യൂ എംപ്ലോയി ഫ്രം ഔട്ട്സൈഡ്. സോ ഇൻറ്റേർണൽ സോഴ്സിനും ഔട്ട്സൈഡ് സോഴ്സിനും ആ ഒരു സെലക്ഷൻ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പെർഫോമൻസ് അപ്രൈസൽ വേണം. Because organizations spend a lot of time and money for recruiting and selecting the employee. Various tools used in the selection process are used to predict the candidate performance on the job. ആ കാൻഡിഡേറ്റിൻ്റെ ജോബ് പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എ പ്രോപ്പർ അപ്രൈസൽ ഫൈൻഡ്സ് ഔട്ട് ദ വാലിഡിറ്റി ഓഫ് ദ വേരിയസ് സെലക്ഷൻ ടൂൾസ് ആൻഡ് സോ ദ കമ്പനി ക്യാൻ ഫോളോ സ്യൂട്ടബിൾ സ്റ്റെപ്സ് ഫോർ സെലക്ടിങ് എംപ്ലോയി ഇൻ ഫ്യൂച്ചർ. ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സെലക്ഷൻ നടത്തേണ്ടത്, ഏതാണ് ഏറ്റവും എഫിഷ്യൻറ്റ് മെത്തേഡെന്ന് എംപ്ലോയീസിനും മാനേജ്മെൻറ്റിനും അറിയാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കാം, നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും, പെർഫോമൻസ് അപ്രൈസൽ യൂസ് ചെയ്യാം. സോ ഫോർത്ത് വൺ ഈസ് പ്രൊമോഷൻ. ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ വേ ഓഫ് ഫൈൻഡിങ് ഔട്ട് വിച്ച് എംപ്ലോയി ഷുഡ് ബി ഗിവൺ എ പ്രൊമോഷൻ. ഏത് എംപ്ലോയിക്കാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടത്, ഏത് എംപ്ലോയിക്കാണ് അതിന് കപ്പാസിറ്റി ഉള്ളത്. പാസ്റ്റ് അപ്രൈസൽ ടുഗദർ വിത്ത് അതർ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ വിൽ എനേബിൾ മാനേജ്മെൻറ്റ് ടു സെലക്ട് പ്രോപ്പർ പേഴ്സൺസ് ഫോർ പ്രൊമോഷൻ. അപ്പോൾ ഏത് എംപ്ലോയിക്കാണ് പ്രൊമോഷനുള്ള പൊട്ടൻഷ്യൽ ഉള്ളത്, ആരെ പ്രൊമോട്ട് ചെയ്താലാണ് നമുക്ക് കൂടുതൽ അതിനുള്ള സാധ്യതകൾ ഉള്ളതെന്നുള്ളത് പെർഫോമൻസ് അപ്രൈസൽ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ട്രാൻസ്ഫർ, രണ്ട് ഇൻറ്റേർണൽ സോഴ്സസ് ആണ് അല്ലേ. ട്രാൻസ്ഫർ ഓഫൺ ഇൻവോൾവ്സ് ചേഞ്ച് ഇൻ ജോബ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ എംപ്ലോയി ഹൂ ക്യാൻ ടേക്ക് ദിസ് റെസ്പോൺസിബിലിറ്റി. സച്ച് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസ് ഹൂ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഈസ് പോസിബിൾ ത്രൂ ദ പെർഫോമൻസ് അപ്രൈസൽ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാലും ജോബ് റെസ്പോൺസിബിലിറ്റി പുതിയത് ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും. അത് ഏറ്റെടുക്കാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ളതെന്നുള്ളത് പെർഫോമൻസ് അപ്രൈസൽ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ്, ലേ ഓഫ് ഡിസിഷൻസ്. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ലേ ഓഫ് എന്നല്ലേ. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ചില എംപ്ലോയീസിനെ പറഞ്ഞു വിടേണ്ടതായിട്ട് വരും അല്ലേ. നമുക്ക് വർക്ക് കുറയുമ്പോഴോ സീസണൽ ഫ്ലക്ച്വേഷൻ വരുമ്പോഴൊക്കെ എംപ്ലോയീസിനെ പറഞ്ഞു വിടേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ ഗുഡ് വേ ഓഫ് ടേക്കിംഗ് ലേ ഓഫ് ഡിസിഷൻ. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ. എംപ്ലോയി മേ ബി ആസ്ക്ഡ് ടു ലേ ഓഫ് ഇഫ് ദ നീഡ് അറൈസസ്. സോ ദ വീക്കസ്റ്റ് പെർഫോമേഴ്സ് ആർ ദ ഫസ്റ്റ് ടു ബി ലെയ്ഡ് ഓഫ്. ലേ ഓഫ് വരുമ്പോൾ നമ്മൾ ആരെയാണ് പറഞ്ഞു വിടുക, ബെസ്റ്റ് എംപ്ലോയിനെ പറഞ്ഞു വിടാൻ പറ്റുമോ? ഏറ്റവും വീക്കസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആരാണോ ആ എംപ്ലോയിനെ ആയിരിക്കും നമ്മൾ പറഞ്ഞു വിടുന്നത്. സോ ഇഫ് ദർ ഈസ് നോ പെർഫോമൻസ് അപ്രൈസൽ ദെൻ ദർ ആർ ചാൻസസ് ദാറ്റ് ദ ബെസ്റ്റ് മെൻ ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് മേ ബി ലെയ്ഡ് ഓഫ്. ആരാണ് വീക്കസ്റ്റ് ആരാണ് ബെസ്റ്റ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, പെർഫോമൻസ് അപ്രൈസൽ വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ബെസ്റ്റ് വണ്ണിനെ ഔട്ടാക്കാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഇനി സെവൻത്ത് വൺ, കോമ്പൻസേഷൻ ഡിസിഷൻ. കോമ്പൻസേഷൻ ഡിസിഷൻ എന്ന് പറയുമ്പോൾ എംപ്ലോയി പെർഫോമൻസ് അപ്രൈസൽ ക്യാൻ ബി യൂസ്ഡ് ടു കോമ്പൻസേറ്റ് ദ എംപ്ലോയി ബൈ ഇൻക്രീസിങ് ദെയർ പേ ആൻഡ് അതർ ഇൻസെൻറ്റീവ്സ്. നമുക്ക് ചിലപ്പോൾ ബെസ്റ്റ് വർക്കർക്ക് അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്ക് ബെറ്റർ പേയും ഇൻസെൻറ്റീവ്സും കൊടുക്കുന്നുണ്ടാവും. സോ അതിന് എന്ത് വേണം, പെർഫോമൻസ് അപ്രൈസൽ മസ്റ്റാണ്. This is true in the case of managerial jobs and also in the case of employees in the non-unionized organization. ട്രേഡ് യൂണിയൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബാർഗെയിനിങ് സംഭവങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നോൺ യൂണിയനൈസ്ഡ് ഓർഗനൈസേഷനുകളും മാനേജ്മെൻറ്റ് പോസ്റ്റിലും ഇത് നിർബന്ധമാണ്. കാരണം എന്താ,
പെർഫോമൻസ് അപ്രൈസലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇൻസെൻറ്റീവ്സും എമൗണ്ടൊക്കെ കൊടുക്കണേ. ദ ബെറ്റർ പെർഫോമൻസ് ആർ റിവാർഡഡ് വിത്ത് മെറിറ്റ് പേ. ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ളവർക്ക് നല്ല എമൗണ്ട് മെറിറ്റ് പേ കൊടുത്തുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യും, അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യും. സോ 8 ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർ HRP. The appraisal process helps in human resource planning, that is accurate and current appraisal data regarding certain employees helps the management in taking decision for future employment. ഓരോ എംപ്ലോയീനെയും കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്ത് അവിടുത്തെ പെർഫോമൻസ് അപ്രൈസലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫ്യൂച്ചറിൽ ഏത് എംപ്ലോയീസിനെ വേണം, എങ്ങനെയുള്ളവരെ വേണമെന്ന് മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ദ കരിയർ ഡെവലപ്മെൻറ്റ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. പെർഫോമൻസ് അപ്രൈസൽ ഓൾസോ എനേബിൾസ് ദ മാനേജേഴ്സ് ടു ആക്ട് ആസ് എ കോച്ച് ആൻഡ് കൗൺസിൽ എംപ്ലോയീസ് ഇൻ ദെയർ കരിയർ ഡെവലപ്മെൻറ്റ്. എംപ്ലോയീസിൻ്റെ കരിയർ ഡെവലപ്മെൻറ്റിന് സമയത്ത് അതിന് വേണ്ടിയിട്ട് അവരെ കൗൺസിൽ ചെയ്യാനും കോച്ചിങ് നടത്താനും ഒക്കെ ഏത് സഹായിക്കും? കരിയർ ഡെവലപ്മെൻറ്റ് പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്ഫുള്ളാണ്. ദെൻ ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ക്രിയേഷൻ ഓഫ് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. A competitive spirit is created and the employees are motivated to improve their performance. എംപ്ലോയീസിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്താൽ അത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് റിവാർഡ് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാകും. ഓക്കെ, ഇനി ദ നെക്സ്റ്റ് ഹെഡിങ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്? അത് ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തേക്കാണ്. ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ കോമ്പൻസേഷൻ പാക്കേജസ്, വേജ് സ്ട്രക്ചർ, സാലറി റേസസ് എക്സെട്ര. കോമ്പൻസേഷൻ പാക്കേജ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേജ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി, സാലറിയിൽ ഇൻക്രിമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ എംപ്ലോയിക്കും പേ കൊടുക്കുക. അപ്പോൾ അതിനെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പെർഫോമൻസ് അപ്രൈസൽ വേണം. ടു ഐഡൻറ്റിഫൈ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എംപ്ലോയീസ് ടു പ്ലേസ് റൈറ്റ് മെൻ ഓൺ ദ റൈറ്റ് ജോബ്. ഓരോ എംപ്ലോയിയുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പെർഫോമൻസ് അപ്രൈസൽ വേണം. അതറിഞ്ഞാൽ മാത്രമേ റൈറ്റ് എംപ്ലോയിനെ റൈറ്റ് പോസ്റ്റിൽ നമുക്ക് അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 3 ടു മെയിൻറ്റെയിൻ ആൻഡ് അസസ് ദ പൊട്ടൻഷ്യൽ പ്രസൻറ്റ് ഇൻ എ പേഴ്സൺ ഫോർ ഫർദർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ആ ഒരു വ്യക്തിക്ക് അയാളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും പെർഫോമൻസ് അപ്രൈസൽ ഉണ്ടെങ്കിലേ നമുക്കറിയുള്ളൂ. ഇപ്പോൾ ചെയ്യുന്ന ജോലികളുടെ കഴിവ് മാത്രമല്ല, ഭാവിയിൽ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും വേണ്ടിയുള്ള പൊട്ടൻഷ്യൽ അയാളിൽ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി. 4 ടു പ്രൊവൈഡ് എ ഫീഡ്ബാക്ക് ടു എംപ്ലോയീസ് റിഗാർഡിംഗ് ദെയർ പെർഫോമൻസ് ആൻഡ് റിലേറ്റഡ് സ്റ്റാറ്റസ്. നമ്മൾ പറഞ്ഞു, ഏത് എംപ്ലോയിക്കും അയാൾ എത്ര നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയും പെർഫോമൻസ് അപ്രൈസൽ വേണം. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് എ ഫീഡ്ബാക്ക് ടു to serve as a basis for influencing working habits of the employees. എംപ്ലോയീസിൻ്റെ വർക്കിംഗ് ഹാബിറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട്, ആ വർക്കിംഗ് ഹാബിറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ബേസിസ് ആയിട്ട് എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്? പെർഫോമൻസ് അപ്രൈസൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ്, ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അതായത് എംപ്ലോയറും എംപ്ലോയിക്കും ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്ഫുള്ളാണ്. ഇനി ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ത്രൂ റെക്കഗ്നിഷൻ ആൻഡ് സപ്പോർട്ട്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പെർഫോമൻസ് അപ്രൈസൽ ഉണ്ടെങ്കിൽ ബെസ്റ്റ് പെർഫോമർക്ക് എന്തായാലും റിവാർഡ് ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവരെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടും പെർഫോമൻസ് അപ്രൈസൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ടു ഫെസിലിറ്റേറ്റ് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദ എബിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് എംപ്ലോയീസ്. ഓരോ എംപ്ലോയീസിൻ്റെയും ഡിഫറെൻറ്റ് എംപ്ലോയീസ് തമ്മിലൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട്, ഹൂ ഈസ് ബെസ്റ്റ് ആൻഡ് ഹൂ ഈസ് ലീസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. 10ാമത്തെ പോയിന്റ്, ടു പ്രിവെൻറ്റ് ഗ്രീവൻസസ് ആൻഡ് ഇൻഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് ഓഫ് ദ പേഴ്സണൽ. എംപ്ലോയീസിനിടയിൽ ഇൻഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗ്രീവൻസുകൾ ഉണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട്.
നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തണോ അതിനനുസരിച്ച് നല്ല എംപ്ലോയീസിന് റിവാർഡ് കൊടുക്കണോ. അപ്പോൾ ഒരിക്കലും അവർക്കിടയിൽ എന്തുണ്ടാവില്ല, പരാതികൾ ഉണ്ടാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയും പെർഫോമൻസ് അപ്രൈസൽ നടത്തും. ലാസ്റ്റ് വൺ, ടു പ്രൊവൈഡ് കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് കരിയർ പ്ലാനിങ് ടു എംപ്ലോയി. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസിൽ കണ്ട അതേ പോയിന്റുകളാണ്. എംപ്ലോയീസിനിടയിൽ കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മൾ എന്തുപയോഗിക്കണം, പെർഫോമൻസ് അപ്രൈസൽ യൂസ് ചെയ്യണം. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ സെഷൻ ടുഡേ. ഒബ്ജക്റ്റീവ്സ്, നീഡ്, ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഇഫ് യു കേൾക്കാൻ നല്ലോണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചേക്കാം കേട്ടോ. ഓക്കെ.